നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് അടച്ചുപൂട്ടിയ സ്ഥാപനത്തിൽ മോഷണം, പ്രതി അറസ്റ്റിൽ. പോലീസ് അടച്ചുപൂട്ടിയ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് സേലം സ്വദേശിയായ മാരിയമ്മ മുരുകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പാലാഴിയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ എനി ടൈം മണി എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ബംഗളൂരുവിലേക്ക് കടന്ന പ്രതിയെ പന്തീരാങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തട്ടിപ്പ് പരാതികൾ ഉയർന്നതിന് പിന്നാലെ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ഥാപനത്തിലെ സാധനങ്ങൾ ലേലം ചെയ്യുന്നതിന് കോടതിയിൽ സമർപ്പിക്കാൻ വില നിശ്ചയിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഓഫൻസ് വിംഗ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 2 സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2023 ഓഗസ്റ്റ് 17-നും 2024 സെപ്റ്റംബർ 2-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് വ്യക്തമായി. സ്ഥാപനത്തിലെ 16 വാൾഫാനുകൾ, AC-കൾ, ഇലക്ട്രിക് വയറുകൾ അടക്കം മോഷണം പോയതായും തെളിഞ്ഞു. കാറും ബൈക്കും കൂട്ടിയിടിച്ച് 25-കാരന് ദാരുണാന്ത്യം. കുമാരനെല്ലൂർ MC റോഡിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ രോഹിത്താണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. രോഹിത്തും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർവശത്തു നിന്നും എത്തിയ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചു. യാത്രക്കാർ സുരക്ഷിതർ. മസ്കറ്റിൽ നിന്ന് 146 യാത്രക്കാരുമായി ചെന്നൈയിലെത്തിയ വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്ന് ചെന്നൈ എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കി. ഒമാൻ എയർവേസ് വിമാനത്തിന്റെ ടയറാണ് പൊട്ടിത്തെറിച്ചത്. വിമാനത്തിന്റെ മടക്കയാത്ര റദ്ദാക്കി. എല്ലാ യാത്രക്കാർക്കും നഗരത്തിലുടനീളമുള്ള ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30-ന് ചെന്നൈയിലെത്തിയ വിമാനത്തിന്റെ പിന്നിലെ ടയറുകൾ ഒന്നാണ് പൊട്ടിത്തെറിച്ചത്. വിമാനം പാർക്ക് ചെയ്തതിന് ശേഷമുള്ള പരിശോധനയിലാണ് ടയറിലെ കേടുപാട് ശ്രദ്ധയിൽപ്പെട്ടത്. ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ പുതിയ ടയർ എത്തിക്കും. ലഭ്യമല്ലെങ്കിൽ മസ്കറ്റിൽ നിന്നും വിമാനത്തിൽ കൊണ്ടുവരും. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടുത്തം. 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 7 പേർക്ക് ദാരുണാന്ത്യം. ഇരുനില കെട്ടിടത്തിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 7 പേർക്ക് ദാരുണാന്ത്യം. 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 7 പേരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ ചെമ്പൂരിൽ സിദ്ധാർത്ഥ് കോളനിയിൽ പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം നടന്നത്. താഴത്തെ നിലയിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കടയിലാണ് തീപിടിച്ചത്. തുടർന്ന് കുടുംബം താമസിച്ചിരുന്ന മുകളിലത്തെ നിലയിലേക്കും തീ പടരുകയായിരുന്നു. പാരീസ് ഗുപ്ത, നരേന്ദ്ര ഗുപ്ത, മഞ്ജു പ്രേം ഗുപ്ത, അനിത ഗുപ്ത, പ്രേം ഗുപ്ത, വിധി ഗുപ്ത, ഗീത ഗുപ്ത എന്നിവരാണ് മരിച്ചത്. സംഭവം നടന്നയുടനെ അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണച്ചു. കുടുംബാംഗങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു. MDയുടെ വീട്ടിലെ മോഷണം. 2 പേർ കസ്റ്റഡിയിൽ. സാഹിത്യകാരൻ MD വാസുദേവൻ നായരുടെ കോഴിക്കോട് നടക്കാവിലെ വീട്ടിൽ നടന്ന മോഷണത്തിൽ 2 പേരെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. MDയുടെ വീട്ടിലെ പാചകക്കാരിയായ കരുവശ്ശേരി സ്വദേശി ശാന്ത, ബന്ധു പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. ഇവരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. 26 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് MDയുടെ വീട്ടിൽ നിന്നും മോഷണം പോയത്. MDയുടെ ഭാര്യ സരസ്വതിയുടെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. സെപ്റ്റംബർ 22-നും 30-നും ഇടയിൽ മോഷണം നടന്നുവെന്നാണ് സംശയം. സ്വർണം ബാങ്ക് ലോക്കറിലാണെന്നാണ് സംശയമുണ്ടായിരുന്നത്. എന്നാൽ പരിശോധനയിൽ വീട്ടിലും ലോക്കറിലും ആഭരണങ്ങളില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മലും ലോക്കറ്റും, മരതകം പതിച്ച ലോക്കറ്റ് എന്നിവയാണ് മോഷണം പോയവയിൽ ഉള്ളത്.